ഹായ്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന മോനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് സംഭവിച്ചത്. അതായത് എന്താ പറയുക, ഈ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ മോൻ്റെ വീഡിയോ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ മോൻ്റെ വീഡിയോ ആ അമ്മ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഒരു മൊമെൻറ്റ്, അമ്മക്ക് വളരെ ഹാപ്പി. പക്ഷെ ആ മോൻ്റെ വീഡിയോ പിന്നെ ഇപ്പം ഈ ന്യൂസ് കേട്ടപ്പം അന്നത്തെ ആ വീഡിയോയിലുള്ള ആ ഫേസ് കാണുമ്പോൾ തന്നെ ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ആ മോൻ അന്നിന് എന്തോ പറയാനുണ്ട് കാര്യമായിട്ട്. അതായത് എൻ്റെ എന്താ പറയുക, ഞാൻ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആ മോന് പറയാനുണ്ട്. ഇപ്പം ആ വീഡിയോ കാണുമ്പം ആ വീഡിയോയിൽ ആ മോൻ്റെ ഫേസ് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ 51 മുറിവുകൾ. ഈ മോനിപ്പോൾ ഇല്ല, ഈ മോൻ മരിച്ചുപോയി. ആ മോനെ കൊന്നെന്ന് വെച്ചാൽ ആരാ? അമ്മ എന്ന് പറയാൻ പറ്റില്ല, പച്ചവേശി. അതുപോലെ തന്നെ അവളുടെ കാമപ്രാന്തിന് വേണ്ടിയിട്ട് കഴപ്പ് മൂത്ത കാമപ്രാന്തനും കൂടെ കൂടിയിട്ടുണ്ടായി ആ മോനെ കൊന്നു. എന്താ പേര് എന്ന് എനിക്കറിയില്ല ആരെയും, പക്ഷെ വളരെ വേദനാജനകമായ സംഭവം. ഞാൻ ഇതുവരെ ഓൺ വോയിസിൽ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനൊക്കെതിരെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെയും ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഓർക്കുമ്പോഴാണ് സങ്കടമാണ്. എന്ത് കാര്യം എന്താ പറയുക നടക്കണ്ടെന്ന് വിചാരിക്കുന്നു, ആ സംഭവങ്ങളൊക്കെ ഇവിടെ ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുകയാണ് ചെയ്യുന്നത്. പച്ചവേശി എന്ന് പറഞ്ഞാൽ പച്ചവേശിയായ നൈൻറ്റാമോളും പുറിയമോളും അതുപോലെ തന്നെ കാമപ്രാന്ത് മൂത്ത കഴപ്പനും കൂടിയിട്ട് ആ ഒരു മോനെ കൊന്ന് 51 മുറിവ് പാടുകൾ ആ മോൻ്റെ ശരീരത്തിൽ. ചിന്തിച്ചു നോക്കിയേ, എത്ര മാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും അത്. എന്നിട്ടും ഇനി എന്താ ഉണ്ടാവാൻ പോകുന്നത്? ഒന്നും ഉണ്ടാവാൻ പോകില്ല. ഇനി അവർ ജയിലിൽ പോകും, ജയിലിൽ സുഖവാസമായിരിക്കും. നിയമവ്യവസ്ഥക്ക് ഒരു തേങ്ങയും ചെയ്യാൻ പറ്റില്ല. എൻ്റെ അമ്മോ, കണ്ടിട്ട് അത് സഹിക്കുന്നില്ല. ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പം ആ മോൻ്റെ ആ വീഡിയോ കാണുമ്പോൾ ഉണ്ടല്ലോ, ആ മോനന്ന് സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ മോൻ ഇത് വിളിച്ച് പറയട്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇതിൽ പെട്ടിട്ടാണുള്ളത് എന്നുള്ളൊരു സംഭവം ആ മോനന്ന് വിളിച്ച് പറയട്ടായിരുന്നു. ആ മോന് സംസാരിക്കാൻ പറ്റുന്നില്ല. ആ മോൻ്റെ മുഖത്ത് ഇപ്പം ആ വീഡിയോ കാണുമ്പോൾ ആ മോൻ്റെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാൻ പറ്റും. 2 കൈ ഒടിഞ്ഞൊരു വീഡിയോ. എന്തായാലും ഇപ്പം ആ കേസിന് വേണ്ടിയിട്ട് അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടുകാർ അവരെ കൈവെക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. ആ കൈവച്ചത് കണ്ടിട്ട് അത് മാത്രമായിരിക്കും അവന് കിട്ടാൻ പോകുന്നത്. വേറെ ഒന്നും ഇനി കിട്ടാൻ പോകുന്നില്ല. വേറെ ഫുള്ള് ജയിലിൽ ഹാപ്പിയായി ജീവിതമായിരിക്കും. എന്ത് പറയേണ്ടതെന്ന് അറിയുന്നില്ല ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ. ഇത്രയും 2 വയസ്സ് പോലും ആയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു കുട്ടിക്ക്. 51 TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പോലുള്ള 52 മുറിപാടുകൾ. അതാണ് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു. ആ കുട്ടിയുടെ കാലിൻ്റെ അടിയിലൊക്കെ മറ്റേ സിഗരറ്റ് കുറ്റി കൊണ്ട് പൊള്ളിച്ച പാടുകൾ. എൻ്റെ മോൻ, അതൊക്കെ നമുക്ക് തന്നെ ചെറിയ മറ്റെന്തെങ്കിലും ഈ ഇതൊക്കെ എടുത്തിട്ട് തൊടുമ്പോൾ നമ്മൾ വേദന എടുത്ത് പൊളയും. വല്ലാത്തൊരവസ്ഥയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ വല്ലാത്തൊരവസ്ഥയാണ് കേരളം പോകുന്ന പോക്ക്. മാറ്റങ്ങൾ വരണം, ഇതിനൊക്കെ മാറ്റങ്ങൾ വരണം. അല്ലാണ്ട് ശരിയാവില്ല. എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്താൽ? ഒന്നും പറയാനില്ല.